സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു. കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള, മമ്മൂക്കയുടെ മാനറിസമുള്ള, മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനോടൊപ്പം ആര് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തിരയായിരുന്നു. ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്ലീസ് 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 ബി ഓൺ ദ സെന്റർ പ്ലീസ്, രണ്ടുപേരും. സോ ഞാൻ കൈമാറട്ടെ, മൈക്ക് കൈമാറുന്നു. അഷ്കർ, വാട്ട് യു ഹാവ് ടു സേ? നമസ്കാരം. വലിയൊരു ക്രൗഡാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. എൻ്റെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടർ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് വലിയ ഒരു നെടുന്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട്. എൻ്റെ KV അബ്ദുൽ നാസർ ബോസ്, ബെൻസി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം, നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു DNA ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയും പ്രേക്ഷകരല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് മാത്രമാണ്. ഞാൻ അതെൻ്റെ ഒരു സങ്കടമാണ്, എൻ്റെ ഒരു ഭയങ്കര ഒരു സെന്റിമെന്റ്സ് ആണ്. അത് ആര് മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല. കാരണം DNA എന്ന് പറയുന്ന പടം അത്രത്തോളം സെന്റിമെന്റ്സ് ഉള്ള സിനിമയാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് TS സുരേഷ് ബാബു സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ AK സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു രവിചന്ദ്രൻ സാറ് ക്യാമറമാനെ വന്നു. ഇത്ര വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. കാരണം ഞാൻ ലുലുമാലിൽ കൂടെ ഇങ്ങനെ അലഞ്ഞ് നടന്നിട്ടുണ്ട് ഓൾറെഡി. അത് ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവുമുണ്ട്. വേറെ ഒന്നുമില്ല, അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം 3-4 വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പുറകെ നടക്കുന്നത്. ഞാനൊരുപാട് സെന്റിമെന്റ്സ് ആകുന്ന ഒരാളാണ് എല്ലാവരും വിചാരിക്കുന്നത്. കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് ബാബു സാറ് ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 പ്രോജക്റ്റ് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ്